നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നമ്മുടെ നന്മ പ്രവൃത്തികൾ, നമ്മളുടെ നീതി പ്രവൃത്തികൾ നമ്മെ നീതീകരിക്കുമോ, നമ്മളെ സ്വർഗത്തിലെത്തിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ പോലെ ആകുവാൻ നമ്മെ അത് സഹായിക്കുമോ? നമ്മുടെ നന്മ പ്രവൃത്തികളാണോ അതോ നമ്മുടെ വിശ്വാസമാണോ നമ്മെ സ്വർഗീയരാക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ആത്മീയഗോളത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാം വചനത്തിൽ നിന്ന് മാത്രമാണ് കാര്യങ്ങൾ നോക്കുന്നത്. വചനത്തിൽ നിന്നല്ലാതെ മനുഷ്യൻ്റെ അവരുടെ ബോധത്തിൽ നിന്നോ ജ്ഞാനത്തിൽ നിന്നോ ഉരുത്തിരിയുന്ന കാര്യങ്ങളല്ല നാം ചിന്തിക്കുന്നത്. വചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. ബൈബിൾ ഉടനീളം നാം ശ്രദ്ധിച്ചാൽ പ്രാർത്ഥന വലിയ കാര്യങ്ങളെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ്. പത്രോസ് ജയിലിലായിരുന്നപ്പോൾ സഭ വളരെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവം വിടുതൽ നൽകി. അങ്ങനെ ഒരു ഭാഗം മാത്രമല്ല, അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ദൈവത്തിന് പ്രാർത്ഥനയിലൂടെ അളവറ്റ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ പുണ്യപ്രവൃത്തികൾ നമ്മളെ നീതീകരിക്കുന്നുണ്ടോ? പ്രാർത്ഥന അതുപോലെയുള്ള നമ്മുടെ പുണ്യപ്രവൃത്തികൾ, നമ്മുടെ പരിശ്രമം, കർമ്മം, നിയമങ്ങളുടെ പാലനം, ഇവയൊക്കെയാണോ നമ്മെ നിർമ്മലീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പവിത്രീകരിക്കുന്നത് എന്ന് നാം ശോധന ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകുവാൻ അല്ലെങ്കിൽ നമ്മൾ നിർമ്മലീകരിക്കപ്പെടുവാൻ, നിഷ്കളങ്കരാകുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. നന്മപ്രവർത്തികൾ കൂടി അതിലൂടെ വ്യാപരിപ്പിക്കണം, അല്ലെങ്കിൽ നന്മപ്രവർത്തികൾ കൂടെ വിശ്വാസത്തിലൂടെ ചെയ്യണം എന്ന് പറയുന്ന പഠിപ്പിക്കലുകൾ വരുമ്പോൾ അത് ചില സംശയങ്ങൾ ഉളവാക്കും. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം പോരായോ, അതോ അതിനോടുകൂടെ നാം നമ്മളുടെ കർമ്മങ്ങൾ കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഒരു പക്ഷേ തെറ്റാണ്. അത് ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. ഇത് രണ്ടും കൂടി ഇടകലർന്നിട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസഭകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ധാരാളം ഉദാഹരണങ്ങളും വചനത്തിൽ നിന്ന് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരു ഗസ്റ്റ് കടന്നു വന്നു. തനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കുടുംബമാണ് കടന്നു വന്നത്. രാത്രിയിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ തൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ധനവാനായ തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് താൻ കടന്ന് രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു. അവരെ കഥകൾ മുട്ടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്, ഇപ്പോൾ എഴുന്നേറ്റ് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നാളെ വാ. പക്ഷേ തൻ്റെ ആവശ്യം നാളത്തേക്ക് കാത്തു നിൽക്കുന്ന ആ ഒരു പരുവത്തിലല്ല. തൻ്റെ വീട്ടിൽ ഇന്ന് വന്ന ആൾക്ക് രാത്രിയിൽ വിശന്ന് വന്ന ആ വ്യക്തിക്ക് ആഹാരം കൊടുക്കണം. അപ്പോൾ തൻ്റെ പ്രയോറിറ്റി
ക്കാണ് താനോട് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെയും താൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം തൻ്റെ കൂട്ടുകാരൻ കതക് തുറക്കുന്നു, വാതിൽ തുറക്കുന്നു, വന്ന് ചോദിച്ചാൽ അതേമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവവചനത്തിൽ ഈ വചനം പലപ്പോഴും കോട്ട് ചെയ്ത് സംസാരിക്കണം. അങ്ങനെ നാം തുടർമാനമായി അപേക്ഷിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഏത് കാര്യവും ലഭിക്കും. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. നാം എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ലഭിക്കും. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത് സാധിച്ചു തരും. ആ കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അതിന് എതിരല്ല. എന്നാൽ ഞാൻ എതിരായിട്ട് നിൽക്കുന്നത് അതിലല്ല. ഞാൻ എതിരായിട്ട് നിൽക്കുന്നത് ഇതാണോ വിശ്വാസ ജീവിതം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നാം നമ്മളുടെ പഴയ ആ ഒരു നാം വിശ്വസിച്ചിരുന്ന ആ ഒരു സംഹിതയിൽ നിന്ന്, അല്ലെങ്കിൽ ആ വിശ്വാസധാരയിൽ നമ്മൾ മാറിയിട്ടാണ് ഇന്ന് പലരും ഈ ആത്മീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത ഗോളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതൊരു പക്ഷേ കാത്തോലിക്ക ഒരു വിഭാഗത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ജാക്കോബേഴ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഓർത്തഡോക്സ്, അല്ലെങ്കിൽ മർത്തോമ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ നിന്നൊക്കെ ആയിരിക്കാം. നാം അവിടെ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നാം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നാം ഒരു പുതിയ ആത്മീയ സഭയിൽ പ്രവേശിക്കുന്നത്. കടന്നു വരുന്ന ആദ്യ നാളുകളിൽ നാം കടന്നു വന്നിരിക്കുന്ന സ്ഥലം നല്ലതാണ്, ഞാൻ രക്ഷപ്പെട്ടു എന്ന ഒരു ധാരണയിൽ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ കുടുംബമോ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ ഈ വിശ്വാസത്തിലേക്ക് വരേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു ധാരണയിലേക്ക് എത്തുന്നു. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ, വചനം ആഴമായി പഠിക്കുമ്പോൾ, ഒരു കാര്യം എബ്രായലേഖനം 2-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന വേദഭാഗം നാം ആത്മാർത്ഥതയോടെ ചിന്തിക്കുന്നു എങ്കിൽ, അതിനെ നാം മെഡിറ്റേറ്റ് ചെയ്യുന്നു എങ്കിൽ, നമ്മുടെ പരിശ്രമം കൊണ്ടൊന്നുമല്ല നാം ക്രിസ്തുയേശുവിനെ പോലെ ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് എന്തിനാണെന്ന് പൗലോസ് നമുക്ക് നേരെ ഒരു വിരൽ ചൂണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ന്യായപ്രമാണം ആത്മീയമാണ്, തർക്കമില്ല. എന്നാൽ പഴയ നിയമമാകുന്ന ന്യായപ്രമാണത്തിൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് അന്ന് സാർവത്രികമായിട്ട് ഇടപെട്ടിരുന്നില്ല. അതുകൊണ്ട് ഭൗതികമായ നന്മകളെയാണ് പഴയ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് രാജ്യം, രാജാവ്, സ്വത്ത്, ധനം, സ്വർണം, വെള്ളി, ഭാര്യ, ഭർത്താവ്, കുടുംബം, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഇങ്ങനെ പോകുന്ന ഭൗതികമായ നന്മകളെക്കുറിച്ചാണ് പഴയ നിയമം ഊന്നൽ നൽകുന്നത്. നീ ഇന്നത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ നീ ശപിക്കപ്പെടും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട. ഇതാണ് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തീഷ്ണമായ ദൈവകോപത്തിന് അവൻ വിധേയനാകും. അവനും അവൻ്റെ കുടുംബവും അവൻ്റെ വേണമെങ്കിൽ 7 or 10 തലമുറ വരെയും ഇതിൻ്റെ പാപഭാരം ചുമക്കേണ്ടി വരും എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അവിടെ വളരെ തീഷ്ണതയുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ആ കാലത്തെ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് അന്ന് നിയമം സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മുടിയനായ പുത്രനെ കാത്തിരിക്കുന്ന, പിതാവിൽ നിന്ന് തൻ്റെ സകലതും തനിക്ക് അർഹതപ്പെട്ട തൻ്റെ വിഹിതം വാങ്ങി വേശ്യകളോടുകൂടെ ചെലവിട്ട് മദ്യപിച്ച് കൂട്ടുകാരുമായിട്ട് ദൂർത്തടിച്ച ഒരു മനുഷ്യൻ്റെ, ഒരു മകൻ്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ പഴയ നിയമം പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പുതിയ നിയമം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിയുന്നത്. ഒന്ന് പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു, മറ്റൊന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുയേശുവിൽ പണിയപ്പെട്ടിരിക്കുന്നു. ഇതേ കാര്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹബക്കൂക്ക് എഴുതിയിട്ടുണ്ട്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് അന്നത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കം ചിലർക്ക് ഒഴിച്ചാൽ അത് ആർക്കും കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഹാബേലിന് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് വന്ന നീതിമാന്മാരായ അനേകർക്ക് മനസ്സിലായിട്ടുണ്ട് ഉണ്ടെങ്കിലും പൊതുജനത്തിന് ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്നും ദൈവസഭകൾ പഴയ നിയമത്തിൻ്റെ പ്രവർത്തികളിൽ ആധാരമായിരിക്കുന്ന നിയമങ്ങൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മളുടെ ചിന്താവിഷയം. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ ഞാൻ എടുക്കാം കേട്ടോ, എനിക്ക് അല്ലാതെ കാണാതെ ഒന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് പറയാം. റോമാലേഖനം 1:18 നമ്മൾ നോക്കുമ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ ഇത് സാർവത്രികമായി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ്, അല്ല വിശ്വാസികൾക്ക് മാത്രം വേണ്ടി എഴുതിയിരിക്കുന്നതല്ല. ഈ ഭാഗം ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവം എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും പറയുന്നുണ്ട്, ഈ ഹബക്കൂക്കിൻ്റെ വചനങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അതിൽ ദൈവത്തിൻ്റെ നീതി, അതിൻ്റെ 17-ാം വാക്യം 1:17, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായിട്ടും കാരണമായിട്ടും വിശ്വാസത്തിനായിക്കൊണ്ടുമാണ് വെളിപ്പെടുന്നത്. ഒന്ന്, നമ്മൾ വിശ്വാസം കാരണമാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നത്. അത് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുത കാര്യങ്ങൾ കൊണ്ടായിരിക്കും. രോഗത്തിൽ നിന്നുള്ള വിടുതലോ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത മറ്റ് പ്രതിസന്ധികളിൽ നിന്നോ നാം രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതായിരിക്കാം. പിന്നെ വിശ്വാസത്തിനായി പിന്നെ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിനായിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. പിന്നീട് പറയുന്ന കാര്യമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. എന്താണ് ഈ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക എന്ന് ചോദിച്ചാൽ വിവിധ തരത്തിലുള്ള പഠിപ്പിക്കലുകൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ വിശ്വാസത്തിലുള്ള രക്ഷയ്ക്ക് പകരം പ്രവൃത്തി കൊണ്ട് നിനക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും എന്ന് പറയുന്നതിനെയാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക എന്ന് പറയുന്നത്. സത്യം ക്രിസ്തുയേശുവാണ്.
ദൈവത്തിൻ്റെ, നമ്മൾ 17-ാം വാക്യത്തിൽ വായിച്ചു, ദൈവത്തിൻ്റെ നീതി. എന്താണ് ദൈവത്തിൻ്റെ നീതി? ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവാണ്. അതെങ്ങനെയാണ്? നമ്മളുടെ പാപങ്ങൾക്ക് പകരം നാം പാപികളായിരിക്കുമ്പോൾ നമ്മെ വെറുതെ വിടുവാൻ ദൈവം തീരുമാനിക്കുന്നുവെങ്കിൽ ദൈവം അനീതിയുള്ള ഒരു ദൈവമായി മാറും. കാരണം സ്വന്തം മക്കളുടെ തെറ്റുകളെ മൂടി വച്ചിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായി മാറും. ദൈവം അനീതിയുള്ള ന്യായാധിപതി അല്ല. അപ്പം നാം സ്വന്തം മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ നാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവിക തീരുമാനമാണ്, മാറ്റമില്ലാത്ത തീരുമാനമാണ്. അപ്പോൾ പിന്നെ നമ്മെ എങ്ങനെ ശിക്ഷിക്കും? ഇവിടെ ശിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാം മരണമായ നരകമാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, ദൈവം എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു. ആരും അഹങ്കരിക്കാതിരിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് അവൻ എല്ലാവരെയും പാപത്തിൻ്റെ കീഴേ അടച്ചു കളഞ്ഞു. അപ്പോൾ ദൈവദൃഷ്ടിയിൽ നാം എല്ലാവരും പാപികളാണ്. നിങ്ങൾ ഒരു സാധനം മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ നുണ പറയുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ നുണ പറയുന്നതോ കള്ളസാക്ഷ്യം പറയുന്നതോ വിഗ്രഹത്തെ ആരാധിക്കുന്നതോ ഇതെല്ലാം പാപങ്ങളുടെ ഫലമാണ്. പാപത്തിൻ്റെ വേരുള്ളിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പം നാം എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപികളാണ്. അതുകൊണ്ട് എല്ലാവരെയും പാപത്തിൻ്റെ കീഴ് അടച്ചു കളഞ്ഞു. ആർക്കും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത്. അപ്പോൾ ദൈവം അങ്ങനെ എല്ലാവരെയും പാപത്തിൻ്റെ കീഴിൽ അടച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവം എല്ലാവരെയും പാപത്തിൻ്റെ കീഴിൽ അടച്ചു കളഞ്ഞുവെങ്കിൽ എല്ലാവരും നരകത്തിൽ പോകണ്ടേ? ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് എന്നല്ലേ നാം ഇപ്പോൾ കേട്ടത്? അപ്പോൾ അങ്ങനെയെങ്കിൽ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം നമ്മെ എല്ലാവരെയും നരകത്തിൽ വിടണം. കാരണം നാം വിശ്വാസത്തിലേക്ക് വന്ന ശേഷം മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, നുണ പറയുന്നില്ല, മദ്യം കഴിക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലും നാം നീതിമാന്മാരാകുന്നില്ല. നമുക്ക് ദേഷ്യമുണ്ട്, നമുക്ക് അതുപോലെ തന്നെ എന്നാ പറയുന്നത്, ആർത്തിയുണ്ട്, ഗ്രീഡിനെസ് നമ്മളിൽ ഉണ്ട്. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തവരാണ് നാം. സഹോദരനോട് പല പ്രാവശ്യവും നാം ക്ഷമിച്ചിട്ടില്ല, അവനോട് പല പ്രാവശ്യം നമ്മൾ തെറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം വിറ്റ് നമ്മൾ ദരിദ്രർക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൈകൊണ്ട് പലതും നമ്മൾ ചെയ്യേണ്ടതാത്ത ചെയ്തിട്ടുണ്ട്. കർത്താവ് പറയുന്നത് മത്തായി സുവിശേഷം 5, 6, 7, 18 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്? അവിടെ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് ഒരു കഴിവില്ല. കാരണം ഒരു കാരണവശാലും ക്രിസ്തുവിൻ്റെ നീതി നിവർത്തിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല, ഒരു കാരണവശാലും കഴിയില്ല. അപ്പോൾ പിന്നെ ദൈവം അനീതിയുള്ള ഒരു ന്യായാധിപതിയായി മാറില്ലേ? അപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു കാര്യം മനസ്സിലാകുന്നത്, അതിൻ്റെ 1-4 നാം തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധര് നിഷ്കളങ്കർ. ദൈവം നമ്മളെ വിശുദ്ധരാക്കി. സ്വർഗരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധീകരണം നമുക്ക് വേണം. 2, ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിരിക്കണം, പാപമില്ലാത്തവരായിരിക്കണം. അപ്പോൾ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ആര്? ദൈവം. ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പ്, ഈ ലോകം ഈ ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മെ അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം ആദ്യം ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമം പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയ മറ്റൊരു നിയമമല്ല. ദൈവത്തിൻ്റെ പ്ലാൻ 1, പ്ലാൻ B അല്ല ഇത്.
പലരും ധരിച്ചിരിക്കുന്നത് ഏദൻ തോട്ടത്തിലേക്ക് വിട്ടു, അവിടെ മനുഷ്യൻ തെറ്റ് ചെയ്തു, അപ്പോൾ ദൈവം ആലോചിച്ചു, അയ്യോ തെറ്റായി പോലും എന്ന് ആലോചിച്ചു, പിന്നെ ദൈവം പ്ലാൻ ബി ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കാൻ പോകരുത്. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയിലും യാതൊരു ന്യൂനതയുമില്ല. അവൻ വളരെ ആലോചിച്ച് തന്നെയാണ് ചെയ്തത്. നാം ഏദൻ തോട്ടത്തിലായിരുന്നു, അവിടെ പാപം ചെയ്യുന്നില്ല എങ്കിൽ നാം ആദമിൽ തികഞ്ഞവരാകുമായിരുന്നു, ക്രിസ്തുവിൽ തികഞ്ഞവരാകുമായിരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നീതി ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ ആദമിൽ തികഞ്ഞവരും ക്രിസ്തുവിനെ അറിയാത്തവരുമായി മാറുമായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. അവിടെ പറഞ്ഞു തരികയാണ്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് മുമ്പേ നമ്മെ അവൻ്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകുന്ന തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ച. അപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ക്രിസ്തുയേശുവിൽ അകത്താണ് നാം എല്ലാവരും. ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? ക്രിസ്തുയേശുവിനകത്ത്, ബൈബിളിനകത്ത് ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. എന്നാണിത്? ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്. അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം മനുഷ്യനെ ഭൂമിയിലേക്ക് വിട്ടു. മനുഷ്യൻ ഭൂമിയിൽ വന്നു. മനുഷ്യന് സ്വതന്ത്രമായ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു. അവനെല്ലാം അറിയാം. ഒരു കാര്യത്തിൽ മാത്രം, അവൻ്റെ വിശ്വാസം, അതിൽ മാത്രം ദൈവം ഇടപെടുന്നില്ല. അത് അങ്ങനെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ, യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ, കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ, 4-5 കോർട്ടുകളിലേക്ക് തന്നെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ, തനിക്കെതിരെ കള്ളസാക്ഷികളെ നിർത്തുമ്പോൾ, ചെയ്യാത്ത കുറ്റം സുപ്രീം കോടതി തെറ്റുകാരനല്ല എന്ന് കണ്ട ഒരു വ്യക്തിയെ കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവൻ്റെ തലയിൽ മുൾമുടി വെച്ചപ്പോൾ, അതിൽ കോലുകൊണ്ട് അടിച്ചപ്പോൾ, അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ, അവൻ്റെ മീശയും താടിയും വലിച്ചു പറിച്ചപ്പോൾ, കാൽവരിയിലേക്ക് താങ്ങാനാവാത്ത ഒരു ഭാരവുമായി അവൻ കടന്നു പോകുമ്പോൾ, കാരിരുമ്പ് ആണികളിൽ അവനെ തൂക്കിയപ്പോൾ, നാം അവനോടുകൂടെ ഈ കഷ്ടത സഹിച്ചു. അതുകൊണ്ട് നമ്മെ നേരത്തെ ക്രിസ്തുവിലാക്കി. ഇതെങ്ങനെ മനസ്സിലാക്കാം? വിശ്വാസത്താൽ മനസ്സിലാക്കാം. വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പത്രോസ് തെറ്റിപ്പോയപ്പോഴും പറഞ്ഞത്, പിശാച് അവനെ കോതമ്പ് പോലെ പാറ്റാൻ ആഗ്രഹിച്ചപ്പോൾ പാറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവൻ്റെ വിശ്വാസത്തെ തൊട്ട് കളിക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ പത്രോസ് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ശിഷ്യന്മാരുടെ അടുത്ത് രോഗിയെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് സൗഖ്യമാക്കാൻ കഴിയാതെ വന്നപ്പോൾ, ഗലീല കടലിൽ അവർ അകപ്പെട്ടപ്പോൾ നിലവിളിച്ചപ്പോഴൊക്കെയും കർത്താവ് പറയുന്നത്, അല്പവിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം പോയത് എന്തെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷ നിങ്ങൾ സ്വീകരിക്കേണ്ടതിന് പകരം ഇന്നത്തെ സഭകൾ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ പുഷ് ചെയ്യുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നന്മ ചെയ്യണം, ചർച്ചിന് സ്ഥലം വാങ്ങണം, ചർച്ചിന് പണമുണ്ടാകണം, നിങ്ങൾ ദശാംശം കൊടുക്കണം, നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം, സുവിശേഷ വേല ചെയ്യണമെന്ന് മാത്രം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, യാക്കോബ് ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കാമോ? ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എന്ന് ചിന്തിക്കും. നിങ്ങളുടെ ആത്മരക്ഷയ്ക്കുള്ള സുവിശേഷം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഉപവസിക്കണം, നിങ്ങൾ ദൈവസഭയ്ക്ക് കൊടുക്കണം, എല്ലാം ചെയ്യണം. നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാനൊരു പ്രവൃത്തി ദൈവം വെച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്.
നാം പ്രവർത്തിച്ച് പോരേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന സഭകളുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക്, ഗൾഫിൻ്റെ ഭീകര അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിലേക്ക്, ISIയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെയും മരിക്കാൻ വേണ്ടി പോകാൻ, ഞങ്ങൾ തിരിച്ചു വരുന്നില്ല, മരിക്കാൻ വേണ്ടി പോകാൻ തയ്യാറ് നിൽക്കുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാവുന്ന സഭകളുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു നല്ല ഭാര്യയായി നീ ഇരിക്കുന്നു, നല്ല ഭർത്താവായി നീ ഇരിക്കുന്നു, ഒരു നല്ല പാസ്റ്ററായി നീ ഇരിക്കുന്നു, അത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നില്ല. എല്ലാവരും സുവിശേഷം പ്രസംഗിക്കാൻ പോയി നല്ല ഭർത്താവായിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ, നല്ല ഭാര്യയായിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ, നല്ലൊരു ടീച്ചറായിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ, പ്രിയരെ, വഞ്ചിക്കപ്പെടരുത്. ഇന്നത്തെ സഭകൾ മുഴുവൻ ചർച്ചിന് പണമുണ്ടാകണം, ചർച്ചിന് വിശ്വാസികൾ കൂടണം, ചർച്ച് ബിൽഡിംഗ് പണിയണം, വാഹനങ്ങൾ വാങ്ങണം, ചർച്ചിലുള്ള ഇന്ന വിശ്വാസികളുടെ കുഞ്ഞിന് വിവാഹം നടക്കണം, വിദേശത്ത് പോകണം, കാനഡയിൽ പോകണം. ഇതല്ലാതെ നിങ്ങളെക്കൊണ്ട് എന്താണ് പ്രാർത്ഥിപ്പിക്കുന്നത്? നിങ്ങളെ പഴയ നിയമത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരത്തിലുള്ള കൾട്ട്, ദുരുപദേശങ്ങളുള്ള ചർച്ചിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക. ദേവദാസന്മാരെ അവർ നിങ്ങളെ ശപിച്ച് നിങ്ങളെ ഭസ്മമാക്കുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർ വെറും മനുഷ്യരാണ്. അവരുടെ വിശ്വാസം അവരുടെ വയറാണ്. അവരവരുടെ പേരിൽ ചർച്ചകൾ ഉണ്ടാക്കുന്നു, അവരവരുടെ പേരിൽ അവർ സംഘടനകൾ ഉണ്ടാക്കുന്നു, മറ്റ് സംഘടനകളുള്ള ആൾക്കാരെ വിളിച്ച് എൻ്റെ സംഘടനയാണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വിശ്വാസം, കർത്താവേ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ ദൈവവചനം പഠിച്ചാൽ അത് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അത് ലഭിക്കും. വീടിന് വേണ്ടി പ്രാർത്ഥിച്ചോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, എല്ലാം ലഭിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കണം. നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ നിത്യജീവനെ കരസ്ഥമാക്കാൻ കഴിയണം. പ്രിയരെ, ദയവായി ബെരോവയിലെ വിശ്വാസികളെ പോലെ വചനത്തെ, ഇവർ പറയുന്നതും വചനവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.